വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഓർമ്മിക്കുക, ക്രൈസ്തവ സഭ കർത്താവിൻ്റെതാണ്. അതിനാൽ അതിൻ്റെ അമരക്കാരൻ ആ വഞ്ചി മുങ്ങിത്താഴാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. ഇത് പറഞ്ഞത് ബെനഡിക്ട് 16-ാമൻ പാപ്പയാണ്. ഈശോ പറഞ്ഞതുപോലെ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ഈ വാക്കുകൾ ജീവിതത്തിൽ പ്രവർത്തിച്ചു കാണിച്ച ഒരസാധാരണ വ്യക്തിത്വമുള്ള മഹാവ്യക്തി കൂടിയാണ് അദ്ദേഹം. തന്റെ ജീവിതത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറി അത്യുന്നത പദവിയിലെത്തിയ അദ്ദേഹം അത് ഉപേക്ഷിക്കണമെങ്കിൽ അസാധാരണമായ വിനയവും എളിമയും ദൈവാശ്രയബോധവും ഉള്ളതുകൊണ്ട് മാത്രമാണ്. സമൂഹത്തിലെ താഴ്ന്നവരുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലുവാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുവാനും മനസ്സുകാട്ടിയെങ്കിൽ ഗുരു കാട്ടിത്തന്ന മാതൃക ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ന് എവിടെയും ഉണ്ടാക്കുന്ന പ്രശ്നം താഴ്ന്നു കൊടുക്കുവാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ്. തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന ഗുരുമൊഴി നാം ഓർമ്മിക്കണം. കുറുനരികൾക്ക് പോലും മാളങ്ങളുള്ളപ്പോൾ ഒന്ന് തലചായ്ക്കാൻ ഇടമില്ലാത്തവനായിരുന്നു മിശിഹ. എന്നാൽ ഈശോയുടെ ഹൃദയത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്. തന്നെ വിമർശിക്കുന്നവർക്കും വേദനിപ്പിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ സ്ഥാനം കൊടുക്കുന്ന ഏക വ്യക്തി കർത്താവ് ഈശോ മിശിഹ മാത്രമാണ്. തിരിച്ചു കിട്ടുമെന്ന് കരുതി അവിടുന്ന് ഒന്നും ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഈശോ കാട്ടിത്തന്ന മാതൃക പ്രായോഗിക തലത്തിൽ അത്ര ബുദ്ധിമുട്ടുള്ള ഒന്നായി കരുതാതെ ജീവിതമാകുന്ന ഈ വഞ്ചിയുടെ അമരത്ത് അമരക്കാരനായി ഈശോയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യഹോവ എന്നുടെ ആശ്രയവും എൻ്റെ സങ്കേതവും കോട്ടയും അവനത്രേ. യഹോവ എന്നുടെ ആശ്രയവും എൻ്റെ സങ്കേതവും കോട്ടയും അവനത്രേ. യഹോവയിൽ എന്നും സന്തോഷിക്കും, തന്റെ ചിറകിൻ കീഴിലെന്നും നിർഭയമായി വസിച്ചിടും. യഹോവ എന്നുടെ ആശ്രയവും എൻ്റെ സങ്കേതവും കോട്ടയും അവനത്രേ. പരീക്ഷകൾ ഓരോന്നോരോന്നായി വന്നിടിൽ പരിഭവമശേഷം ഇല്ലേനിക്ക്. പരീക്ഷകൾ ഓരോന്നോരോന്നായി വന്നിടിൽ പരിഭവമശേഷം ഇല്ലേനിക്ക്. പരീക്ഷകൾ അനുവദിച്ചിടിൽ പരീക്ഷകളെ ജയിച്ച
പിഴച്ചവൻ പരിഹാരമോതിടുമേ. യഹോവ എന്നുടെ ആശ്രയവും എൻ്റെ സങ്കേതവും കോട്ടയും അവനത്രേ. കളങ്കമെന്നിയെ തൻ മുൻപിൽ എന്നെയും നിർത്തിയിടുവാനായിട്ടൊരുക്കുന്നു. കളങ്കമെന്നിയെ തൻ മുൻപിൽ എന്നെയും നിർത്തിയിടുവാനായിട്ടൊരുക്കുന്നു. പൊന്നേനേക്കാൾ ശോഭയേകിടുവാനായി തന്നീടും ശോധനകളെല്ലാം സഹിച്ചിടുന്നു. യഹോവ എന്നുടെ ആശ്രയവും എൻ്റെ സങ്കേതവും കോട്ടയും അവനത്രേ. എന്നേശു വന്നിടാൻ നാളടുത്തു, തൻ്റെ സന്നിധി അണഞ്ഞിടും നാളടുത്തു. എന്നേശു വന്നിടാൻ നാളടുത്തു, തൻ്റെ സന്നിധി അണഞ്ഞിടും നാളടുത്തു. തൻ കൂടെ എന്നും വസിച്ചിടുവാൻ മനമേറ്റമാകാംക്ഷയോടെ എന്നുമെന്നും കാത്തിരിക്കും. യഹോവ എന്നുടെ ആശ്രയവും എൻ്റെ സങ്കേതവും കോട്ടയും അവനത്രേ. യഹോവയിൽ എന്നും സന്തോഷിക്കും, തൻ്റെ ചിറകിൻ കീഴിലെന്നും നിർഭയമായി വസിച്ചിടും. യഹോവ എന്നുടെ ആശ്രയവും എൻ്റെ സങ്കേതവും കോട്ടയും അവനത്രേ. യഹോവ എന്നുടെ ആശ്രയവും എൻ്റെ സങ്കേതവും കോട്ടയും അവനത്രേ.